അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഉഷാറല്ലേ? ഞാൻ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റിക്ക് പോവാണ്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധയുള്ള ഒരാളെ കണ്ടുപിടിക്കട്ടെ. നിങ്ങൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിക്കട്ടെ. ഓക്കെ? നിങ്ങളുടെ കയ്യിൽ ഫയലൊക്കെ കയ്യിൽ മടിയിൽ വെക്കുക. കൈ ഫ്രീ ആവണം. റെഡി? ഞാൻ 1 എന്ന് പറയുമ്പോൾ ഒരു ക്ലാപ്പ് അടിക്കണം. ഓക്കെ? ആ ഗെയിമെന്ന് കഴിഞ്ഞതാ അല്ലല്ലോ? റെഡി? 1 2 3 4. എത്ര കഥ ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ 1 എന്ന് പറയുമ്പോൾ ഒരു ക്ലാപ്പ് അടിക്കാൻ പറഞ്ഞോ, 2 ക്ലാപ്പ് അടിക്കാൻ പറഞ്ഞോ, 3 പറഞ്ഞോ? ഇതാണ് ശ്രദ്ധ. എന്താ ഒന്നുകൂടി മാറ്റാം. 1 എന്ന് പറയുമ്പോൾ ഒരു ക്ലാപ്പ്, 2 ക്ലാപ്പില്ല, 3 2 ക്ലാപ്പ്. 1 എന്ന് പറയുമ്പോൾ, 2 എന്ന് പറയുമ്പോൾ, 3 ഓക്കെ. 2 മതി 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 മതി. റെഡി? ഇത് ഗെയിം ഇങ്ങനെ പോയ 1 മണിക്കൂർ പോകും ഗെയിം. എനിക്ക് ആകെപ്പാട് ടൈം 35 മിനിറ്റാണ്. ടോപ്പിക് എന്താ അറിയോ? പറഞ്ഞില്ല. ആകാശത്തിൻ്റെ ചുവട്ടിൽ അള്ളി റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം കടമയും കടപ്പാടുള്ള 2 വലിയ ആൾക്കാരെ കുറിച്ച് വളരെ കുറച്ച് സമയം കൊണ്ട് പറയാൻ എനിക്ക് സമയമുള്ളൂ. ആരാ? നിങ്ങളുടെ പേരൻസാണ്. ഞാൻ സിമ്പിളായി ചോദിക്കട്ടെ. വാപ്പനും ഇമ്മനെയും ഞാൻ വാപ്പ എന്ന് വിളിക്കാതെ വാപ്പ പറയുന്നുണ്ടോ? ഉപ്പ ഉമ്മ, നിങ്ങൾ ഡാഡി എന്ന മമ്മി എന്ത് വിളിച്ചാലും ഇഷ്ടമല്ല എല്ലാവർക്കും? അവരെല്ലാവരെയും ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? അവർ നമ്മളെ വളർത്തി. യെസ്, ദെൻ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരും. പിന്നെ ഭക്ഷണം തരും, ഫുഡ് തരും. പിന്നെ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാർ. പിന്നെ 10 മാസം ഗർഭം ചുമന്നു. പിന്നെ ഇതൊന്നും ആൻസർ അല്ല. ഇതൊന്നും കറക്റ്റ് ആൻസർ അല്ല. യെസ്, ആര് പറഞ്ഞേ? എന്താ പറഞ്ഞേ? അറിയ പറഞ്ഞോ? അപ്പൊ അതൊന്നും ആൻസർ ആവില്ല. ഓൻ പറഞ്ഞ ആൻസർ പക്ക കറക്റ്റ്. എന്താ പറഞ്ഞേ? അള്ള പറഞ്ഞു ഖലാസ്, നിങ്ങളെ വാപ്പ നിങ്ങളെ പരിപാലിച്ചില്ല, ഉമ്മ പ്രസവം കഴിഞ്ഞ് പിന്നെ നിങ്ങളേതെങ്കിലും ഒഴിവാക്കി, അങ്ങനെയൊക്കെ ആണെങ്കിലും ആപ്പനെയും ഉമ്മനെയും ഉപ്പാനെയും ഉമ്മാനെയും നമ്മൾ സ്നേഹിക്കാൻ ഒറ്റ റീസണുള്ളൂ. അള്ള പറഞ്ഞു ഖലാസ്. ഞാൻ ചോദിക്കട്ടെ, വാപ്പാക്കും ഉമ്മാക്കും നിങ്ങളോടാണോ ഏറ്റവും അധികം ഇഷ്ടം? നിങ്ങൾക്ക് തിരിച്ചാണോ ഇഷ്ടം? നമ്മളോട്. അപ്പം ഞാൻ സബ് ക്വസ്റ്റ്യൻ ചോദിക്കണേ. വാപ്പയും ഉമ്മയും നിങ്ങൾക്കാണോ ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്തു തരുന്നത്? അതല്ല നിങ്ങൾ നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും അങ്ങോട്ടാണോ ചെയ്തു കൊടുക്കണേ? അവരിങ്ങോട്ട്. അവർക്ക് സ്നേഹവും നമ്മളോട്, അവരിങ്ങോട്ടും ചെയ്തു. അപ്പം സ്നേഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? സൈഡിലൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ? എല്ലാവരും കൂടെ വെത്തൂല ഞാൻ. ഓക്കെ? തിരിച്ചു കൊടുക്കണം. ഹൗ? എങ്ങനെ? പ്രാർത്ഥിക്കണം. പിന്നെ പ്രായമാകുമ്പോൾ അവരെ നമ്മൾ തിരിച്ചു അതേപോലെ നോക്കണം. യെസ്. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ എന്നെ മസിൽ പിടിച്ചാണ്ട് ഞാൻ ശരിക്കൂല, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് മെയിൻ പോയിന്റിലേക്ക് വരാം. അള്ള പറഞ്ഞുകൊണ്ടാണ് പരിപാലിക്കണേ അല്ലേ? അള്ള പറഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കണേ. എന്താ കിട്ടുക? സ്വർഗം. ഉമ്മാന്റെ കാലിന് ചോട്ടില്. അപ്പൊ വാപ്പ സ്വർഗത്തിന്റെ ആരാ? യെസ്. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ സെന്ററിലെ വാതിൽ, സെന്ററിലത്തെ ഡോർ വാപ്പയാണ്. അതായത് ഉമ്മ സ്വർഗാണെങ്കിൽ ആ സ്വർഗത്തേക്കുള്ള ഡോർ ആരാണ്? നിങ്ങളെ വാപ്പയാണ്. നമുക്ക് വാപ്പാനും ഇമ്മാനും വല്ല കോൺസെപ്റ്റ് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പനെയും ഉമ്മനെയും കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താ? നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടല്ലേ?
ആ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കണേ. നിങ്ങൾ നല്ലൊരു AC ഹാളിലിരുന്ന് ക്ലാസ് കേൾക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലേ കുട്ടികൾ ഇരിക്കുന്നത് ഒരു പൊട്ടിയ ബെഞ്ചുമേലാണ്. നല്ലൊരു വിൻഡോ പോലും ആ ക്ലാസ്സിലില്ല. നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടോ? ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അവർ ജീവിക്കണ ആർക്ക് വേണ്ടിയാ? ഇതിൽ എത്ര ആരാ പേരൻസ് അബ്രോഡിലുണ്ട്? നാട്ടിലില്ല, ബാംഗ്ലൂരോ ചെന്നൈ എവിടെ ആയിക്കോട്ടെ, വീട്ടിലില്ല, പുറത്താ വർക്ക് ചെയ്യുന്നത്. യെസ്, ഉപ്പ മാത്രം മതി. ഞാൻ പറഞ്ഞ ഓക്കെ ഡൗൺ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്? നിങ്ങളുടെ ഉമ്മയുടെ കൂടെയുള്ള ജീവിതം ഒഴിവാക്കിയിട്ട് വേറെ നാട്ടിൽ പോയി ജീവിക്കണം. യെസ് ഓർ നോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നില്ലേ? എത്ര ഒരു ദിവസം? 10 മാസമല്ലടാ, കുറച്ച് കുറയും. 9 മാസം മാക്സിമം. 9 മാസം 10 ദിവസം. നമ്മുടെ വയറ്റത്ത് ഒരു കല്ല് കെട്ടുക, വെറുതെ ഒരു 2 കിലോൻ്റെ കല്ല് കെട്ടിയാൽ മതി. നിങ്ങൾ എത്ര ദിവസം അത് കെട്ടി നടക്കും? 2-3 മണിക്കൂർ. പിന്നെ പെയിന് വരും അല്ലേ? നിങ്ങളുടെ ഉമ്മൻ്റെ വയറ്റിൽ നിങ്ങളുണ്ടായ, ഈ ലോകത്ത് ഏറ്റവും ആദ്യം നിങ്ങളെ സ്നേഹിച്ചു തരാം ഉമ്മി വാപ്പയാണ്. നിങ്ങളെ കണ്ടിട്ടാണോ? നിങ്ങളുടെ രൂപം, കളറ്, ബോഡി ഇത് കണ്ടിട്ടാ? ലോകത്തെല്ലാവരും നിങ്ങൾ ജനിച്ചതിന് ശേഷമോ നിങ്ങളെ കണ്ടതിന് ശേഷമോ സ്നേഹിച്ചെങ്കിൽ വാപ്പയും ഉമ്മയും നിങ്ങളെ സ്നേഹിച്ച നിങ്ങളെ കാണുന്നതിൻ്റെ മുമ്പാണ്. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഒരു ചുംബനം തന്ന ആരായിരിക്കും? ഒരു കിസ് തന്ന ആരായിരിക്കും? വാപ്പയെന്ന് ഞാൻ പറയാം, വാപ്പ. നിങ്ങൾ ഉമ്മൻ്റെ വയറ്റിലുണ്ടായ ടൈമിൽ വാപ്പ തന്നുണ്ടാവുക. ഇനി പോട്ടെ, ഉമ്മൻ്റെ 9 മാസം ആ ഒരു ഗർഭകാലഘട്ടം ഏറ്റവും സിമ്പിളാണത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മ നിങ്ങൾ വലുതായതിനു ശേഷം പ്രഗ്നൻ്റ് ആയിക്കണോ? ചെറിയ വാവുണ്ടോ വീട്ടിൽ? നിങ്ങളുടെ ഉമ്മൻ്റെ ഒരു ഗർഭകാലം കണ്ടുകിട നിങ്ങൾ? വേദന, പെയിന്, ബ്ലീഡിങ്, വോമിറ്റിങ്, ഉമ്മ കുറേ റിസ്ക്, സ്ട്രഗിൾ ഉണ്ട്. ഉമ്മൻ്റെ ഒരു 9 മാസം ഉറക്കം ഷെഡ്യൂൾഡ് അല്ല. ഉമ്മക്ക് ടെൻഷൻ ഉണ്ട്. ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കാണുമ്പോൾ പോലും ഉമ്മക്ക് വോമിറ്റിങ് വരും. കാരണം നിങ്ങൾ ചവിട്ടിയിട്ടാണ്. നിങ്ങൾ രാത്രി ഇന്ന് കിടക്കുക വിചാരിക്കുക. നിങ്ങളിങ്ങനെ കിടക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ ചെവിക്കൊരു ചെറിയ പ്രാണി പോയി, അത് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഏട്ടങ്ങാറാവല്ലേ? നിങ്ങൾക്ക് ഉറങ്ങാൻ, നിങ്ങൾ കരയണം, ദേഷ്യപ്പെടണം, നിങ്ങളോട് തല കുത്തണ്. ഇത് കഴിഞ്ഞ് നാളെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് അതിങ്ങനെ പുറത്തുനിന്ന് പിടിച്ച് നിങ്ങളെ കൈ തന്ന്, നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഉമ്മ കൊടുക്കുമോ? എൻ്റെ ഉറക്കം കളഞ്ഞവനാണ് ഇവൻ പറയോ? നിങ്ങളെ ഉമ്മൻ്റെ 9 മാസക്കാലം ഉമ്മനെ പ്രയാസപ്പെടുത്തി പുറത്ത് വന്നപ്പോൾ ഉമ്മ എന്താ ചെയ്തേ? പണ്ടാറക്കാലം 9 മാസം നേട്ടങ്ങറാക്കിയിട്ട് എറിഞ്ഞോ? ഇല്ല. നിങ്ങൾക്കൊരു ചുംബനം തന്നു. നിങ്ങളുടെ കരച്ചിൽ കേട്ടതോടു കൂടി അവർ ഹാപ്പിയായി. അതെന്താ കരച്ചിൽ കേട്ട ഹാപ്പിയായി പറഞ്ഞാൽ? ജനിച്ച കുട്ടി ആദ്യം കരയണം, ചിരിക്കുന്നില്ല, കരയണം. കരഞ്ഞാലേ ശ്വാസം എടുക്കുള്ളൂ. ഇനി കരഞ്ഞു, ഒക്കെ റെഡി, നിങ്ങൾ നേരെ എണീറ്റ് നടന്നോ? സ്വന്തമായിട്ട് ഫുഡ് കഴിച്ച എത്രാമത്തെ വയസ്സിലാ? നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ കരഞ്ഞറിയിക്കാൻ മാത്രം കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾ പറയില്ലേ, എൻ്റെ അമ്മക്ക് ഒന്നും മനസ്സിലാവില്ല, എൻ്റെ വാപ്പാക്ക് എന്നെ മനസ്സിലാവില്ല. നിങ്ങൾ മിനിമം സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കരഞ്ഞിട്ട് അറിയിച്ചേ. പക്ഷെ ആ കരച്ചിലിൻ്റെ ടോണും വന്ന് എൻ്റെ കുട്ടി വിശന്നിട്ട് കരയാണോ, ബാത്റൂമിൽ പോകാനുള്ളതുകൊണ്ട് കരയാണോ, പേടിച്ചിട്ട് കരയാണോ, ഉറക്കം വന്നിട്ട് കരയാണോ എന്ന് ഉമ്മാക്ക് മനസ്സിലാവും. ആ ഉമ്മാക്ക് നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാവില്ല എന്ന് നമ്മൾ പറയരുത്, അവർക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പം എൻ്റെ സിസ്റ്റർ, അവൾക്ക് ചെറിയ കുട്ടിയുള്ള സമയത്ത് അവിടെ ഇങ്ങനെ കുട്ടീൻ്റെ അടുത്ത് 2 മിനിറ്റ് മാറി നിൽക്കും, പെട്ടെന്ന് ഓടിച്ചെല്ലും. അപ്പം ഞാൻ ചോദിച്ചു എന്താ? ഒന്നുമില്ല. കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് കർച്ചീഫ്, തുണി ഇങ്ങനെ മുഖത്തിടും, കുട്ടിക്ക് ശ്വാസം കിട്ടില്ല. ഈ 2 മിനിറ്റ് എങ്ങാനും എൻ്റെ പെങ്ങളൊരു അശ്രദ്ധ കൊണ്ട് 5 മിനിറ്റിലേക്ക് മാറി സംഭവിക്കുക. എന്താ സംഭവിക്കുക? ആ കുട്ടി മരിച്ചോ? അങ്ങനെയാണ് നമ്മളെയൊക്കെ നമ്മുടെ വാപ്പയമ്മയും കെയർ ചെയ്ത്. നിങ്ങൾ നടത്തം പഠിച്ചു, അല്ലെങ്കിൽ മുട്ടിൽ ഇഴയാൻ പഠിച്ചു, നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും ആശ്വാസമായി, എൻ്റെ കുട്ടി ഓക്കെയോ? അവർക്ക് പേടി കൂടി,
ബിക്കോസ് നിങ്ങൾ കുറേ സമയത്ത് നിങ്ങൾ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞു ഇസ്തിരിപ്പെട്ടിയിലേക്ക് ഓടിയ പോലെ നിങ്ങൾ കുറേ സമയത്ത് അടുപ്പത്തേക്ക് ഓടിപ്പോയിണ്ടാവും. നിങ്ങൾ ചില പ്രാണികളെ കഴിക്കാൻ വേണ്ടി പോയിണ്ടാവും. നിങ്ങൾ റോഡിലേക്ക് ഓടിപ്പോയിണ്ടാവും. നമ്മൾ പറയും എൻ്റെ വാപ്പ എനിക്ക് ഫ്രീഡം തരുന്നില്ല, എൻ്റെ ഉമ്മനെ ഒന്നിനും അയക്കണില്ല. ചെറുപ്പത്തിൽ നിങ്ങളിങ്ങനെ പോയപ്പോൾ മാഷ് പറഞ്ഞ പോലെ പോയിക്കോട്ടെ, ഓളെ ഫ്രീഡം അല്ലേ, ഓളെ ലൈഫല്ലേ, ഓളെ ചോയ്സ് അല്ലേ, ഓൻ്റെ ലൈഫല്ലേ, ഓൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ഉണ്ടാവുമോ? അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കണ്ടോ, ചെറുപ്പത്തിൽ നിങ്ങളെ വാപ്പയും ഉമ്മയും നിങ്ങൾക്ക് നൽകാത്ത ഫ്രീഡത്തിൻ്റെ പേരാണ് ഇപ്പോഴത്തെ നിങ്ങളെ ലൈഫ്. ചെറുപ്പത്തിൽ നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ ഉമ്മയും നിങ്ങൾക്ക് നൽകാത്ത ഫ്രീഡത്തിൻ്റെ പേരാണ് ഇപ്പം നിങ്ങളെ ലൈഫ് എന്ന് പറയണേ. ആ വാപ്പക്കും ഉമ്മക്കും തിരിച്ചെന്താ കൊടുക്കുക? പൈസയാണോ? പൈസ ആഗ്രഹിച്ച് ഞങ്ങൾ പഠിപ്പിക്കണേ? നിങ്ങളെങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയി കാണുക? വാപ്പയമ്മയും സന്തോഷം കൊടുക്കണം. മക്കളെ ഇവിടെ 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 ഹലോ, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ കൊടുക്കാമെന്ന ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ് എന്താ അറിയോ? ഹാപ്പിനെ എങ്ങനെ ആക്കുക? അവർക്കേ നമ്മളെ പറ്റി ഭയങ്കര ആശ്വാസം എപ്പോഴും ഫീൽ ചെയ്യണം. നമ്മളെക്കുറിച്ച് പേടി ഉണ്ടാകരുത്, നമ്മളെക്കുറിച്ച് പ്രതീക്ഷകൾ മാത്രം. എന്താ പറഞ്ഞാൽ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഉറക്കം നമ്മളെ കാരണം പോകരുത്. നിങ്ങളുടെ സ്കൂളിൻ്റെ ഓഫീസൊക്കെ സ്റ്റാഫ് റൂമൊക്കെ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും വരേണ്ടത് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാനോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടുന്നത് കാണാനോ വേണ്ടി മാത്രം ആകണം. എന്തിനാകരുത്? മുഹമ്മദിൻ്റെ പേരൻ്റ് അല്ലേ, ഒന്ന് സ്കൂൾക്ക് വരണം കേട്ടോ. എന്തിനാ അഭിനന്ദിക്കാൻ വിളിക്കുക? ഫാത്തിമാൻ്റെ ഉമ്മയില്ലാതെ ഒന്ന് വരണം കേട്ടോ, ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ വന്ന് നാണം കെട്ട് ഇനി ഞാൻ നോക്കിക്കോളെ ടീച്ചറെ എന്ന് പറഞ്ഞൊരിക്കൽ നമ്മുടെ വാപ്പയും ഇവിടുന്ന് പോകരുത്. നിങ്ങൾ കാരണം നിങ്ങളുടെ പേരൻസ് തല തായാൻ ഇടവരരുത്. അവരോട് എങ്ങനെ സംസാരിക്കണ്ടേ? ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നിങ്ങൾ സംസാരിക്കേണ്ട ആൾക്കാരാരാ? ഫ്രണ്ട്സോ, ടീച്ചേഴ്സോ, നെയ്ബറാണോ, കസിൻസാണോ, പാരൻസാണ്? നിങ്ങൾ വീട്ടിലെ മേക്കപ്പ് നടക്കല്, വീട്ടിലെ മേക്കപ്പ് നടക്കല് വെൽ ഡ്രസ്സഡായി നടക്കുമോ? ബിക്കോസ് നിങ്ങൾ എങ്ങനെ നടന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ വീട്ടിലുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ നിറമോ നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ മുടിയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവരെ ലോകം നിങ്ങളാണ്. നിങ്ങൾ രോഗിയായാൽ നിങ്ങളുടെ ഉമ്മ കരയും. നിങ്ങൾ രോഗിയായാൽ നിങ്ങളുടെ ഉപ്പ തളരും. അവരുടെ വേൾഡ് നിങ്ങൾ മാത്രമാണ്. അവർ ജീവിക്കുന്നതും പണിയെടുക്കുന്നതും വിയർക്കുന്നതും അധ്വാനിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞിട്ട് ഉപ്പനോട് നന്ദിയുള്ള മക്കളാണ്. നിങ്ങളുടെ വാപ്പ വെയിലത്ത് വെന്തുരുകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോണേ. ഉപ്പൻ്റെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചെരുപ്പോ ഷൂസോടെ സ്കൂളിൽ വരുന്നണോ? പട്ടിണി കിടന്ന് ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങിക്കണോ? ദേഷ്യം പിടിച്ച് കിടന്നുറങ്ങിയാൽ പറയണേ? അതല്ല, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. നമ്മൾക്ക് ഈ സമയത്ത് നമ്മൾ കുറേ അപകടങ്ങളിൽ പോയി ചാടും. ഈ അപകടങ്ങളിൽ പോയി ചാടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെക്കാളും ആരാണ്? പേരൻസാണ്. അവർ നിരന്തരമായി ടീച്ചേഴ്സിനെ വിളിക്കും, എൻ്റെ കുട്ടി പഠിക്കണ്ടോ ഒക്കെ ചോദിക്കും. നമ്മുടെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഖുർആൻ പറയാം വക്കുല്ലഹുമ ഖൗലൻ കരീം. നിങ്ങൾ സംസാരിക്കണോ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി സംസാരിക്കണം. നമ്മുടെ ഉമ്മാക്ക് തോന്നണം എന്തോന്നെ അറിയോ? എൻ്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഓൻ്റെ സംസാരം കേട്ടാൽ അറിയും, ഓളാ ടോണ് കേട്ടാൽ അറിയും. ടോൺ എന്താ? ഉമ്മ 10 വട്ടം വിളിക്കാൻ നിൽക്കരുത്. ഇവിടെ വാ, വരേ, ഞാൻ കേൾക്കണ്ടേ. ഈ സംസാരം വാപ്പാക്കും ഉമ്മാരോട് നമ്മൾ പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതാ ഇസ്ലാം. നിങ്ങൾക്കറിയോ താബിഈ എന്ന് പറഞ്ഞാൽ ആരാ? താബിഈ സ്വഹാബാക്കൾക്ക് ശേഷമുള്ള ജനറേഷനാണ്. ഇവരേറ്റവും വലിയൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മനുഷ്യനുണ്ട്. റസൂൽ പറയാം, അയാളുടെ പേര് ഉവൈസ് ഇബ്നു ആമിർ എന്നാണ്. അയാൾക്കൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാൻ്റെ കൂടെ ജീവിച്ചു. ആ സ്നേഹം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. വലിയ പദവി അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ പറഞ്ഞത്, നമ്മൾക്കൊരു ഉമ്മയും ബാപ്പയും ഉണ്ടായിട്ട് നമ്മൾ ഏറ്റവും നല്ല മക്കളാകുന്നില്ലെങ്കിൽ അത് ആരെ നെഗറ്റീവാണ്? നമ്മളെ മാത്രം നെഗറ്റീവാണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി അവരെ ഉമ്മനോടും വാപ്പനോടൊക്കെ ഭയങ്കര കെയറിങ് ആയി സംസാരിക്കുക. അവരോട് പറയും നിങ്ങൾ എൻ്റെ ഉമ്മ തന്നെയാണേ. അതേ നമ്മൾ വീട്ടിലേക്ക് എത്തി നേരെ ഓപ്പോസിറ്റ് ആകുകയാണെങ്കിൽ
നമ്മൾ ശരിക്കും എന്താ ചെയ്യണേ? അഭിനയിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പറയും സ്നേഹമുണ്ട്, ഞാൻ പ്രകടിപ്പിക്കലൊന്നുമില്ല. ഈ ഷുഗർ, പഞ്ചസാര ബോട്ടിലിൻ്റെ ഉള്ളിൽ കാണാൻ രസം ഉണ്ടാവും, പക്ഷെ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുമോ? ടേസ്റ്റ് അറിയാൻ നാവും എത്തണം. നിങ്ങളെ ഉപ്പനോടും ഉമ്മനോടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്കത് ഫീൽ ചെയ്യണം. എങ്ങനെ ഫീൽ ചെയ്യുക? നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കണോ? അതൊന്നും നിങ്ങൾക്ക് വേണ്ട. പിന്നെന്ത് വേണം? നിങ്ങളെ വാപ്പാനെ ലാസ്റ്റ് ഇങ്ങനെ, ഇന്ന് ഞാൻ ഖുതുബ കഴിഞ്ഞിറങ്ങുമ്പോൾ എന്നോടൊരു കാക്ക ചോദിച്ചു, എൻ്റെ കുട്ടി എന്നെ എങ്ങനെ പിടിച്ചാൽ എനിക്ക് എന്തൊരു സന്തോഷമാകും എന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ആ ഉപ്പ ഇങ്ങനെ ഒരു വല്യാപ്പാനെ പിടിച്ച് പറയാണ്, എൻ്റെ മകൻ എന്നെ ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് എന്തൊരു സന്തോഷമാകും എന്നറിയോ? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി, നിങ്ങളെ വാപ്പനെ എങ്ങനെ തൊട്ടായിരുന്നോ ലാസ്റ്റ്? ഉമ്മക്ക് ലാസ്റ്റ് ഒരു ചുംബനോ ഒരു കിസ് കൊടുത്തെന്നോ? ഇന്ന് കൊടുത്തല്ലോ ആരൊക്കെയാ? ഫസ്റ്റ് വീട്ടിൽ നിന്ന് വിട്ടിരിക്കുന്ന ആരൊക്കെ ഇതില്ലേ? ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാർ. ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് ചോദിക്കൂലോ. വീടല്ലാതെ കുറച്ച് ഹോസ്റ്റലിൽ നിന്ന് ആദ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഇറ്റ് മീൻസ് നിങ്ങളൊന്നും ഇവിടെ സ്റ്റേ ചെയ്യില്ലേ? വീട് വിട്ട് ഇവിടെ ഫസ്റ്റ് ടൈം. ഓക്കെ, നിങ്ങളുടെ ഉമ്മ വിരുന്ന് പോയിട്ട് വീട്ടിൽ നിൽക്കണം നിങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഹോസ്പിറ്റൽ കേസിൽ ഉമ്മ ബൈസ്റ്റാൻഡർ ആയിക്കാണ്ട് പോയിട്ടൊക്കെ? വീട് രസാ? ഉമ്മ ഇല്ലാത്ത വീടിൻ്റെ അവസ്ഥ എന്താ? സുഖാണോ? ഒന്നും ഉണ്ടാവില്ല, ആകെ ഡിസോർഡറാവും. അപ്പൊ മക്കൾ മരിച്ച ഉമ്മാൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ അടുത്തൊരു ഉമ്മനെ കാണാൻ പോയി. ആ ഉമ്മൻ്റെ മകന് കാശ്മീർ കാണാൻ പോയിട്ട് അവിടുന്ന് ഒറ്റക്ക് മല കയറിപ്പോയി, ശ്വാസം കിട്ടാതെ ആ കുട്ടി മരിച്ചു. 2 കുട്ടികളെ ഉമ്മാക്കുള്ളൂ. ഒരു ആൺകുട്ടി, ഈ ആൺകുട്ടിയെ മരിച്ചേ. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ആ വീട്ടുകാരെ ഉമ്മനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാൻ പോയി. ആ വീട് ആകെ ഡിസോർഡറാണ്. അതായത് കഴിച്ച പ്ലേറ്റൊന്നും കഴുകിയിട്ട് പോയില്ല, ഉണങ്ങിപ്പോയി. ഡ്രസ്സൊക്കെ വാഷ് ഡ്രസ്സൊന്നും മടക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പോലുമില്ല. ആകെ വീട് ഡിസോർഡറാണ്. ഒരു അടിച്ചു വരിട്ട് പോലും ദിവസങ്ങളായ പോലെ തോന്നി. പക്ഷെ ആ വീട്ടിൽ ഉമ്മയും ആ ഉമ്മൻ്റെ ചെറിയ മകളുണ്ട്. ഞാനവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ എൻ്റെ പെങ്ങളെന്നോട് ചോദിച്ചു, എന്താ വീടിൻ്റെ അവസ്ഥ എന്ന് തോന്നി? അപ്പോൾ ഞാൻ പറഞ്ഞു, വൃത്തിയില്ലല്ലേ. അപ്പം എന്നോടെന്താ സിസ്റ്റർ പറഞ്ഞറിയോ? ആ ഉമ്മൻ്റെ മനസ്സാണത്. കുട്ടി മരിച്ചോടുകൂടി ആ ഉമ്മ ആകെ ഡിസോർഡറായി പോയി. നമ്മളാണ് അവരെ ലോകം. ഞാൻ ഈ 2022 ക്ലാസ്സിന് പോയപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞു, മാതാപിതാക്കൾ ജീവിക്കണ കാലത്ത് മക്കൾ മരിച്ച ആ മക്കൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. കാരണം അത്രയും പ്രാർത്ഥന വാപ്പൻ്റെ ഉമ്മൻ്റെ കിട്ടും. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ സംസാരത്തിൽ പറഞ്ഞ ഉമ്മയാട്ടോ ഞാൻ, എൻ്റെ കുട്ടി മരിച്ചിട്ട് അത് ഉമ്മ എന്താ പറഞ്ഞറിയോ? 1518 ദിവസമായിട്ടോന്ന് പറഞ്ഞു. ആ ഉമ്മ അങ്ങനെ കൗണ്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ഓരോ നമസ്കാരത്തിന് ശേഷവും എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോരലുള്ളൂ. എൻ്റെ കുട്ടി നല്ലൊരു കുട്ടീനെ ഇവിടെ ആരോട് ചോദിച്ചാലും പറയുന്നു എന്നോട്. ആ ഉമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ കൂടി ഉണ്ടാവും, പക്ഷെ ഉമ്മൻ്റെ ഓർമ്മയിൽ നിന്ന് ആ കുട്ടി പോയിട്ടുണ്ട്. ബിക്കോസ് അവരെ ലോകം നമ്മൾ മാത്രമാണ്. നമ്മൾക്ക് കുറേ ലോകമുണ്ട്. നമുക്ക് ഇവിടെ എത്തിയാൽ സംസാരിക്കാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഉമ്മക്കാരുള്ളത് നമ്മളുള്ളൂ. നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, കുട്ടി ഇപ്പം എന്നെല്ലാം പറയും, എല്ലാം പറയും. ഇന്ന് ക്ലാസ് എടുത്തത് വിഷയങ്ങൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കില്ല. ആ സാറ് വന്നില്ല, ഈ സാറ് വന്നു, മറ്റേ സമ്മാനം കിട്ടി. നിങ്ങൾ ലേറ്റായി. എന്ത് ലേറ്റ് ആയത്? ബസ് പഞ്ചറായി, ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇത് ഉമ്മ കേട്ടാൽ മതി, പക്ഷെ നമ്മൾ സംസാരിക്കൂല. ഉമ്മക്ക് എന്താ അറിയണ്ടേ? റഷ്യ ഉക്രൈൻ യുദ്ധം എന്തായി ഉമ്മക്ക് അറിയണോ? ഒരു ഉമ്മക്ക് 4 മക്കളുണ്ട്. ആ 4 മക്കൾ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി, ഇത്ര ചെറിയ കുട്ടിയല്ല, വലിയ മക്കളുടെ ചെറിയ കുട്ടി. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങളോട് ഇത്ര ഇഷ്ടം ഉണ്ടാവാനുള്ള റീസൺ? അപ്പോൾ എന്താ കുട്ടി പറഞ്ഞറിയോ? എൻ്റെ ബാക്കി ജ്യേഷ്ഠന്മാരൊക്കെ ഉമ്മയോട് സംസാരിക്കും, പക്ഷെ ഞാൻ സംസാരിക്കുക എന്താ അറിയോ? ഉമ്മാക്ക് എന്താണോ കേൾക്കാൻ താല്പര്യം അതാ പറയാം. നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി നോക്കി. നിങ്ങളുടെ ഉമ്മാക്ക് ആകെ സംസാരിക്കാനുള്ള പാത്രവും ഇവിടുത്തെ പൂച്ചയും മാത്രമാണ്. നാളെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് ഉമ്മ കുറേ കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ടോക്ക് കൊണ്ട് ഞാൻ ആഗ്രഹിക്കണം എന്താ വെച്ചാൽ, നിങ്ങളിൽ ഒരു 1% ജസ്റ്റ് അത് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം. ഇവിടേക്ക് ക്യാമ്പിന് വരുന്നതിന് മുമ്പും ശേഷവും നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ബിഹേവിയറിൽ 1% മാത്രം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ സംസാരം വിജയിച്ചു. അത് മാത്രമേ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ വാപ്പക്കും ഉമ്മക്കും നമ്മളേ ഉള്ളൂ.
അവർക്ക് ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് നമ്മുടെ സാന്നിധ്യം കിട്ടണം, നമ്മുടെ സമയം കിട്ടണം, നമ്മുടെ സംസാരം കിട്ടണം, നമ്മുടെ സ്നേഹം കിട്ടണം, സ്പർശനം കിട്ടണം, തലോടൽ കിട്ടണം. വാപ്പ അങ്ങനെ ക്ഷീണിച്ച് വാപ്പ ബിസിനസ് മീറ്റിംഗ് മറ്റേ മറിച്ചും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ടയേർഡായിരിക്കുമ്പോൾ വാപ്പൻ്റെ മുന്നേ പോയി വാപ്പ ഇന്ന് എങ്ങനെ ഉണ്ടായി വാപ്പ, സുഖമല്ലേ, വാപ്പാക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ചോദിക്കണം. നിങ്ങളെ വാപ്പാക്ക് എത്ര കടമുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ? അറിയണം. നിങ്ങളെ ഉപ്പ കുടിക്കുന്ന മരുന്ന് ഇതൊക്കെ അറിയോ? വരുന്നില്ല, മാഷാ അല്ലാ, നിലനിൽക്കട്ടെ. ഉമ്മൻ്റെ പ്രയാസങ്ങൾ അറിയണം. നമ്മുടെ ആഗ്രഹവും നമ്മുടെ സ്വപ്നമൊക്കെ അവർക്ക് രണ്ടാൾക്കും നല്ലോണം അറിയാലോ. തിരിച്ചു അറിയണം. ഈ ലോകത്ത് നമുക്ക് പലതും അറിയും. എന്തൊക്കെ അറിയും? മെസ്സിൻ്റെ കാല് പൊട്ടിയത്, മെസ്സി ടീം മാറാൻ പോണത്, മറ്റോ ഇതാകണം ഒക്കെ അറിയും. ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ട്, BTS ആരൊക്കെ ഉണ്ട്, പിങ്ക് ക്ലബിൽ ആരൊക്കെ ഉണ്ട്, അതൊന്നും അറിയില്ല. അൽഹംദുലില്ലാ ഖൈർ. അറിയാതെ കേട്ടോ, പോയി അറിയണ്ട. എനിക്കറിയാത്ത കുറേ സാധനങ്ങൾക്ക് അറിയും, അത് പ്രശ്നം. ഇതൊക്കെ നമുക്ക് ഓക്കെ, ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയ ആൾക്കാർ. പക്ഷേ അതിൻ്റെ കൂടെ അവനവൻ്റെ വീട്ടിലത്തെ അവസ്ഥകൾ നമ്മൾ അറിയണം. നിങ്ങൾ ഉമ്മനെ കുറിച്ച് അറിയണം, വാപ്പനെ കുറിച്ച് അറിയണം. ഉമ്മാക്ക് ഇന്നലെ പനി വന്നിരുന്നു എന്ന് നമുക്ക് അറിയണം. ഉമ്മ അങ്ങനെ ക്ഷീണിച്ച് ഉമ്മൻ്റെ മുഖത്തുനിന്ന് ഉമ്മാക്ക് എന്തോ വേദനകൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയണം. ചോദിക്കണം, ഉമ്മ എന്തോ പ്രയാസം ഉണ്ട് അല്ലേ? നിങ്ങൾ ഉമ്മാക്ക് വീക്കെൻഡ് ഉണ്ടോ? വീക്കെൻഡ് ഉമ്മാക്കുണ്ടോ? വെക്കേഷൻ ഉണ്ടോ? സാലറി ഉണ്ടോ? സാലറി ഉണ്ടോ? ജോലിക്ക് പോകുന്നതല്ല, വീട്ടിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് ഉമ്മാക്ക് സാലറി ഉണ്ടോ? നമുക്കിതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഉമ്മ 4 ചുമരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി പോണ ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? അമ്മക്ക് വേണ്ടി മാത്രം. ഖുർആൻ പറയാ വലാ തഖുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ ഓലോട് ചേന്ന് പറയരുത് കേട്ടോ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ? പറയൊന്നും വേണ്ട, നമ്മുടെ മുഖത്തുനിന്ന് റിയാക്ഷൻ കിട്ടരുത്. എന്താ കിട്ടരുത്? ഓൻ്റെ മുഖം കണ്ടറിയാം ഞാൻ പറഞ്ഞ പറ്റിയില്ല, ഓളാ പാത്രം സിങ്കിലിട്ട സൗണ്ട് കേട്ടറിയാം, വാതിലടച്ച സൗണ്ട് കേട്ടറിയാം ഞാൻ പറഞ്ഞ പറ്റിയില്ല എന്ന് നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്ക് തോന്നരുത്. നിങ്ങൾ രാവിലെ തന്നെ എണീക്കുകയാണ്, നിങ്ങളുടെ ഉമ്മാക്ക് അന്ന് രാവിലെ ബോഡി പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ഹെഡ് ഏക്ക് ഉണ്ട്, ഉമ്മാക്കും പീരീഡ്സ് ദിവസങ്ങളുണ്ട്. ഉമ്മ എടങ്ങറായി, കുട്ടീൻ്റെ ബസ് 8 മണിക്ക് വരും, അപ്പോൾ തന്നെ അവൻ്റെ ലഞ്ച് റെഡിയാക്കണം, അല്ലെങ്കിൽ അവൻ്റെ രാവിലത്തെ ടിഫിൻ റെഡിയാക്കണം. എടങ്ങേറായിട്ട് ഉമ്മ ഉണ്ടാക്കുകയാണ്. നമ്മളിങ്ങനെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ദോശ, പുട്ട്, എന്നും തന്നെ എവിടെ ഉള്ളൂ ഈ വർത്താനം. നമുക്ക് വേദന ഉണ്ടാവൂലേ? നമ്മൾ ഹോട്ടലിൽ പോയിട്ട് നല്ല ഫുഡ് കിട്ടിയാൽ ഉഷാർ എന്നൊക്കെ പറയാൻ ഉഷാറല്ലേ? അതേ നമ്മൾ ഉമ്മ ഉണ്ടാക്കി തന്ന ഫുഡ് ലാസ്റ്റ് കഴിച്ചിട്ട് ഇത് രസമുണ്ട് എന്ന് നമ്മൾ എന്നാ പറഞ്ഞേ? വെറുതെ ആലോചിച്ച് നോക്കി. ഉമ്മൻ്റെ കൈ പിടിച്ച് നോക്കിക്കണോ? ഇതിൽ എത്ര പേരെ ഉമ്മ അല്ലെങ്കിൽ പാരൻസിന് എബോവ് 50, 50 വയസ്സിൻ്റെ മുകളിൽ എത്ര ഉണ്ട്? യെസ്, കുറച്ച് പേരുണ്ട്. ഞാനേ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറയാട്ടോ, അവൻ്റെ ഉമ്മൻ്റെ കൈ അവനിങ്ങനെ പിടിച്ചപ്പോൾ ഉമ്മൻ്റെ നഖമൊന്നും വളരുന്നില്ല. നഖം ഉമ്മക്ക് വെട്ടേണ്ട ആവശ്യം പോലില്ല. അപ്പോൾ അവൻ ചോദിച്ചു എന്താ ഉമ്മ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞു, നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ജോബ് എടുക്കുമ്പോഴേ നമ്മുടെ കൈയിൻ്റെ നഖത്തിൻ്റെ വളർച്ച നിൽക്കും അത്രേ. മൊബൈലിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ വെറുതെ നിങ്ങളെ പാരൻസിൻ്റെയോ വീട്ടിലെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കൊണ്ടു. ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല, ഇത് തേഞ്ഞു പോയിണ്ടാവും. വർക്ക് ചെയ്തിട്ട് ആർക്ക് വേണ്ടി? മൊബൈലിലാണ് വർക്ക് ചെയ്തത്, നമുക്ക് വേണ്ടി അധ്വാനിച്ചാണ്. നിങ്ങളുടെ ഉമ്മൻ്റെ വാപ്പൻ്റെ കല്യാണ ഫോട്ടോ കിട്ടുമെങ്കിൽ പരിശോധിച്ച് നോക്കണം. അതിൽ ഉമ്മ ഭയങ്കര ഗ്ലാമറായി കാരണം. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? നിങ്ങളുടെ ഉമ്മ ദിവസം 5 ആളെ ജോബ് എടുക്കുന്നുണ്ടാവും. രാവിലെ എണീക്കും, നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, ഡ്രസ്സ് അലക്കുന്നു, നിങ്ങളുടെ ഉപ്പനെ പരിചരിക്കുന്നു, നിങ്ങളുടെ വലിയ ഗ്രാൻഡ് പാരൻസിനെ പരിചരിക്കുന്നു. മൊത്തം ജോബ് നിങ്ങളുടെ ഉമ്മ ഒറ്റയാൾ എടുക്കുകയാണ്. ആ ഉമ്മനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഉമ്മ എടുക്കുന്ന ജോബ് നമ്മൾ ഭയങ്കര വിലമതിച്ച് കാണണം. നല്ല വാക്ക് പറയുന്ന മക്കളാകണം. നമ്മളിങ്ങനെ സ്കൂള് വിട്ടിങ്ങനെ വന്നു, നമ്മൾ ഫ്രഷപ്പായി പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഉമ്മ ഒരു കാര്യം ഒന്ന് ചെയ്യോ? നമ്മളെ മുഖം ആ സമയത്ത് വാടരുത്. ഞാൻ ഇത്ര നേരം ഉണ്ട്, എന്നോട് അപ്പനെ പറഞ്ഞുകൂടായിരുന്നോ? അതാണ് ഉഫ്. വലാത്ത കുല്ലഹുമാ ഉഫിൻ. അങ്ങനെ ഒരു വർത്തമാനം നമ്മുടെ നാവിന്ന് വരാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് അവർക്കൊരു പ്രാർത്ഥന അല്ലേ? അതെന്താ? അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അല്ല, എന്താ? റബ്ബി റഹംഹുമാ. നിങ്ങളെ മനസ്സിൽ ചോദിച്ചാൽ മതി, ഉത്തരം കൈയൊന്നും പൊക്കണ്ട. ഇത് ഞാൻ എന്നായിരിക്കും ഇപ്പം ലാസ്റ്റ് പ്രാർത്ഥിച്ച്? വെറുതെ എനിക്ക് ഉത്തരം വേണ്ട, വെറുതെ ആലോചിച്ചാൽ മതി.
തിരിച്ച് നിങ്ങളെ പേരൻസിനെ പറ്റി ആലോചിച്ച് നോക്കി. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ലാസ്റ്റ് എന്നാവും പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും. ഇന്ന് മഗ്‌രിബിനൊന്നുണ്ടാവും, എൻ്റെ കുട്ടി ക്യാമ്പിലാണ്, ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല കുട്ടിയാക്കി എൻ്റെ കുട്ടിയെ മാറ്റണമെന്ന് ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഉണ്ടാവൂലേ? ഞാൻ ഉദാഹരണം പറയട്ടോ. കയ്യിലെ സമയം എത്രേ? ഓൻ പറയട്ടെ, 9 മണി. അതിൽ സമയം എത്രയാ? 10:45. ഓക്കെ. നമ്മൾ സാധാരണ ക്ലോക്കിലൊക്കെ നോക്കുമ്പോൾ 2 സൂചിയാണ് നോക്കുക. ഏതൊക്കെയാ നോക്കുക മെയിനായിട്ട്? വലുതും ചെറുതും. മണിക്കൂറും മിനിറ്റും. അത് വർക്കിംഗ് ആണോ? ബിക്കോസ് അവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല. ബാറ്ററി വർക്ക് ചെയ്തവിടെ ആരും ഓടും? സെക്കൻഡ് സൂചി ഓടിയാൽ ബാക്കി റൗണ്ട് ചെയ്യും അല്ലേ? നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ ക്ലോക്ക് പോലെയാണ്. ആ ക്ലോക്കിലെ മണിക്കൂർ സൂചി നിങ്ങളെ ഉമ്മയാണ്. മണിക്കൂർ സൂചി നിങ്ങളെ ഉമ്മയാണ്. അതിൽ മിനിറ്റ് ആരാന്നറിയോ? ഇനി വേറെ ഓപ്ഷനിൽ തന്നെ വെക്കണ്ട, വാപ്പിൽ നമ്മളാണ്. നമ്മുടെ ഉമ്മയും നമ്മളും ഇതിങ്ങനെ കറക്റ്റ് റൗണ്ടാകാനേ അവിടെ വേറെ ഒരാൾ റെസ്റ്റ് ഇല്ലാതെ ഓടുന്നുണ്ട്. ആ സെക്കൻഡ് സൂചിയാണ് ആര്? നിങ്ങളെ വാപ്പ. ആ സെക്കൻഡ് സൂചി എന്ന് സ്റ്റോപ്പായോ അന്ന് നിങ്ങളെ കുടുംബം ഫ്ലോപ്പാവും. ആ സെക്കൻഡ് സൂചി എന്ന് സ്റ്റോപ്പായോ അന്ന് നിങ്ങളെ കുടുംബം ഫ്ലോപ്പാവും. അതുവരെ നിങ്ങളെ എല്ലാ ഫങ്ഷനും പുതിയ ഡ്രസ്സ്, മനോഹരമായ ഫുഡ്, വീട്ടിൽ ഡെയിലി എല്ലാ വീക്കിലും നിങ്ങൾക്ക് ബിരിയാണി, ടൂറ്, അത് ഇതൊക്കെ നടക്കും. കാരണം ആ മനുഷ്യൻ അങ്ങനെ ബാറ്ററി നിൽക്കുന്ന ലാസ്റ്റ് പവർ ഉപയോഗിച്ച് സെക്കൻഡ് സൂചി റൺ ചെയ്യുന്ന പോലെ നിങ്ങളെ വാപ്പ ചോര നീരാകണവരെ ഓടും. രാവിലെ അടുക്കളയ്ക്ക് ഇറങ്ങി രാത്രി അടുക്കളയിൽ തിരിച്ചു കയറുന്ന ഉമ്മനെ കാണുമ്പോൾ പ്രാർത്ഥിക്കണം, റബ്ബി റഹ്മഹുമാ. രാവിലെ ജോലിക്ക് പോയി രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന ഉപ്പനെ കാണുമ്പോൾ പ്രാർത്ഥിക്കണം. വാപ്പ അങ്ങനെ ഫോൺ വിളിക്കുകയാണ് വിചാരിച്ചോ, നിങ്ങൾ മൊബൈലിൽ ഗെയിം കളിക്കുകയാണ്, ഉമ്മ അപ്പോൾ വാപ്പ വിളിക്കുന്നുണ്ട് എന്ന് കൊണ്ടുപോയി കൊടുക്കരുത്. എങ്ങനെ വരെ അറ്റൻഡ് ചെയ്യണം, എടുക്കണം. ഉപ്പച്ചി എന്താ വർത്താനം, സുഖല്ലേ? ഉപ്പച്ചി ചായ കുടിച്ചോ? ആ ചോദിച്ച മനുഷ്യൻ ഉണ്ടല്ലോ, വെയിലത്ത് ഇങ്ങനെ ഉരുകുകയാണെങ്കിൽ നിങ്ങളെ വാപ്പ ഹാപ്പിയോ? സംസാരിക്കണം. എന്താ സംസാരിക്കണ്ടേ? നേരെ എടുത്തു, വാപ്പ സ്കൂളിൽ നിന്ന് ടൂറുണ്ട്, 4000 റുപ്യ നിങ്ങൾ തരണട്ടോ. ഇതല്ല നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ടോണമെന്ന് കിട്ടണം. എൻ്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അത് ഫീൽ ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇതിന് ലാസ്റ്റ് സ്റ്റേജിക്ക് ഖുർആൻ പറയാം, വലാ തെൻഹറഹുമാ എന്ന് ഖുർആൻ പറഞ്ഞ്, നിങ്ങൾ ഓല ഇങ്ങനെ ആട്ടി അകറ്റരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ വാപ്പാനും ഉമ്മാനും അണ്ടറിലാണ്. നാളെ ഇങ്ങനെ കുറച്ച് വലുതാവും, നിങ്ങളിപ്പൊക്കും ഉമ്മക്കും ഇങ്ങനെ വയസ്സാവും, അവരാരോഗ്യം ഇങ്ങനെ കുറയും, നിങ്ങൾ അവരെക്കാളും ഭയങ്കര ഹൈറ്റും വെയിറ്റും, അവരെക്കാളും സ്റ്റാറ്റസ് കൂടിയാളോ ഫെയിം കൂടിയാളോ ഒക്കെ സംഭവിക്കും എന്ന് കരുതി ഇതിൻ്റെ പവർ കാണിക്കേണ്ട ആൾക്കാരേ അല്ല വാപ്പിയമ്മയും. ഖുർആൻ പറഞ്ഞ വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിങ്ങൾ അവരോട് ഏറ്റവും നന്നായി കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി നിൽക്കണം. എന്തോനെ അങ്ങനെ നിൽക്കണു വാപ്പാൻ്റെ മുമ്പിൽ? എന്താ ഇങ്ങനെ നിൽക്കണോ? മറ്റേ സംഭവമല്ലേ? ഒരു സംഭവം അല്ല ആരുടെ മുമ്പിൽ? വാപ്പൻ്റെ ഉമ്മൻ്റെ മുമ്പിൽ നമ്മൾ ആരുമല്ല, വട്ടപൂജയാണ്. അവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്, അവരെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. ഞാൻ ഇങ്ങനെ വിഷയം കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണ്ടേ, ഇങ്ങനെ ആലോചിച്ചാൽ മതി സിമ്പിളായിട്ട്. എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ നല്ല യങ് ആവുമ്പോൾ നിങ്ങളെ വാപ്പൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും. നിങ്ങളമ്മ ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഉമ്മ ചുരുങ്ങും. ആ സമയത്ത് അവർ നമ്മുടെ കുട്ടികളെപ്പോലെയാവും. അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ, ചിലപ്പോൾ അവരെ വായിലൂടെ ഇങ്ങനെ ഉമിനീര് പുറത്ത് വരും. ചെറുപ്പത്തിൽ നമ്മുടെ വായിൽ വന്നിനു, അപ്പം നമ്മുടെ ഉമ്മ വാപ്പ സ്നേഹത്തോടെ തുടച്ചു തന്നു, തേനായിട്ട് കണ്ടു. നാളെ ഇതേ സിറ്റുവേഷൻ തിരിച്ചു വരും. അപ്പം നിങ്ങൾ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്ന് പഠിച്ചോ നോക്കുക. മനസ്സിലാവുണ്ടോ? നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെയൊക്കെ എത്ര വട്ടം നമ്മുടെ വാപ്പയും ബാത്റൂമിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ടുണ്ടാവും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം കറുപ്പുണ്ടായിനോ വെറുപ്പുണ്ടായിനോ? ഇതേ സിറ്റുവേഷൻ നാളെ തിരിച്ചു വരും. അത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്ന് പഠിച്ചോ നോക്കുക. നിങ്ങൾക്കതിന് വെറുപ്പുണ്ടാകുമോ അറപ്പുണ്ട്? ആ സമയത്ത് അയ്യേ
ഇതാ ഖുർആൻ പറഞ്ഞ വലാത്ത കുല്ലഹുമാ ഉഫി, മുഖത്ത് തോന്നരുത് കേട്ടോ, അങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്ക് വരരുത് കേട്ടോ. എൻ്റെ ഉമ്മയാണ് എൻ്റെ വാപ്പ. ചിലപ്പോൾ അവർക്ക് നാളെ നമ്മളറിയില്ല, മറവി സംഭവിക്കും. നമ്മളവരെ കുട്ടിയാന്ന് പോലും ഓർമ്മ ഉണ്ട്, പക്ഷെ നമ്മൾക്ക് എന്താ ഓർമ്മ ഉണ്ടാണ്ടേ? അത് എൻ്റെ വാപ്പ എനിക്ക് ഓർമ്മ ഉണ്ട്, എൻ്റെ അമ്മ അവർക്ക് ഇന്ന അറിയില്ലെങ്കിലും എനിക്ക് അവരറിയാം. നമ്മളെ ഫർള് നിസ്കരിക്കാണ്, ഉമ്മ വിളിച്ച എന്താ വിധി? ളുഹർ നിസ്കരിക്കാണ്, അസർ നിസ്കരിക്കാണ്, ഫർള് നിസ്കരിക്കാൻ ഉമ്മ വിളിച്ചാലേ സംസാരം ദിക്ർ ഉയർത്തിയിട്ട് അറിയിക്കണം ഉമ്മ നിസ്കാരത്തിലാണ്. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഉമ്മ വിളിച്ചാലോ നിസ്കാരം മുറിക്കണം, ബ്രേക്ക് ചെയ്യണം. എന്താ ഉമ്മ എന്ന് മറുപടി കൊടുക്കണം. അതാണ് ഇസ്ലാം ഉമ്മക്ക് കൊടുത്ത റോൾ, ഇമ്പോർട്ടൻസ്. ഇതേ ഉമ്മ നമ്മളെ ഗെയിം കളിക്കുമ്പോൾ വിളിച്ചാൽ കേൾക്കും, ഉണ്ടൂല. ഉമ്മ രണ്ടാമത് കേൾക്കണില്ലേ, ഉണ്ടൂല. മൂന്നാമത് എന്താ മാണ്ടിയേ, എന്താ ഖുർആൻ പഠിപ്പിച്ചേ? അല്ല. ഞാൻ പറഞ്ഞ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണണം. ഇതില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. 2019 എൻ്റെ വാപ്പ മരിക്കണം. ഞാനന്ന് ഹോസ്റ്റലിലാണ്. ഞാൻ അങ്ങനെയൊന്നും എൻ്റെ വാപ്പക്ക് ഉമ്മ കൊടുത്ത ആളല്ല. നമുക്ക് തോന്നുന്ന മക്കൾ നമ്മുടെ വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര റിജിഡാണ്, ഭയങ്കര ഗൗരവമാണ് തോന്നുകയാണ്. ബിക്കോസ് അവരെ പേരൻസ് അവരോട് അങ്ങനെ ആയതുകൊണ്ട് അവർ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളോട് ഇങ്ങനെ ആവണം. നിങ്ങൾ വെറുതെ ഉപ്പാനെ പോയിട്ട് ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നോക്കി, ക്യാമ്പ് കഴിഞ്ഞ് പോയിട്ട്. വാപ്പ പറയും ഓൾക്ക് ക്യാമ്പിന് പോയി പിരാന്തയക്കണേ. പക്ഷേ ആഫ്റ്റർ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ വാപ്പ അങ്ങനെ ഐസ് മഞ്ഞുരുകുന്ന പോലെ ഉരുകും. വാപ്പ സോഫ്റ്റാവും, വാപ്പ തമാശ പറയാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കുടുംബം എന്തോ രസമാണ്. ഈ വാപ്പനെ ഞാൻ ഇത്ര കാലം മിസ് ചെയ്തു, ഞാൻ എന്താ അങ്ങോട്ട് സ്നേഹിക്കാനെന്ന്. ഇത് ഗൗരവമായിട്ട് ആലോചിക്കണം. അപ്പോൾ റസൂലിൻ്റെ റസൂലിൻ്റെ പിന്നെ വളർത്തുമ്മയും വളർത്തുപ്പയും വരികയാണ്, ഹലീമാബിയും ഭർത്താവും വരികയാണ്. റസൂൽ ഇങ്ങനെ 2 ഭാഗത്ത് ചേർത്തിരുത്തിയിട്ട് ഇങ്ങനെ പിടിച്ച് പരിചയപ്പെടുത്തി, എൻ്റെ വാപ്പിൻ്റെ അമ്മയാട്ടോ. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഫ്രണ്ട്സ് വരികയെന്ന് വിചാരിച്ചോ, അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ ഉമ്മ അടുക്കളയ്ക്ക് പോകുമ്പോഴേ ഉമ്മനെ അങ്ങനെ വിളിച്ചു വരുത്തിയാണ്ട് ഇതാണ് എൻ്റെ ഉമ്മ എന്നല്ല പറയണ്ടേ, ഇങ്ങനെ പിടിച്ച് പറയണം ഇതെൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ. വാപ്പ ചിലപ്പോൾ പുറത്തുണ്ടാവും, ഇതാണ് എൻ്റെ വാപ്പ അല്ല, ഇങ്ങനെ പിടിച്ച് പറയണം ഇതിൻ്റെ വാപ്പയാണ്. അങ്ങനെ പറയാനൊരാളില്ലാത്ത ആളാ പറയണേ, അങ്ങനെ പറയണം. ഞാനിങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കട്ടോ, രാവിലെ 5 മണിയായി. അപ്പോൾ ഞാൻ മദ്രസയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ കുളിക്കും. അങ്ങനെ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു മൊബൈലിൽ കുറേ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അലാറായിരിക്കും. അപ്പോൾ അവൻ പറഞ്ഞു അലാറല്ല, ഒന്നും പോയി നോക്ക്, ചിലപ്പോൾ അവൻ ഫോൺ എടുത്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ബ്രദേഴ്സും എൻ്റെ നെയ്ബേഴ്സും എൻ്റെ പിന്നെ അമ്മാവനൊക്കെ വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് രാവിലെ 5 മണിക്ക് നമ്മുടെ ഒരാൾ സുഖമില്ലെന്ന് ചോദിക്കാൻ വിളിക്കുമോ? എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ തിരിച്ചു വിളിച്ചു എന്നോട് പറഞ്ഞു വാപ്പക്ക് തീരെ വയ്യ, മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വാന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടോട്ടി പുളിക്കലുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം എനിക്ക് അന്നുണ്ട്. അന്ന് ഞാൻ 19 വയസ്സാണ്. എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ ഉണ്ട്, അവിടെ അന്ന് പഠിക്കുകയാണ്. അവനെ വിളിച്ചു. അവനൊപ്പം ഇങ്ങനെ എപ്പോഴും നടക്കുക. ഞങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞില്ല, വാപ്പാക്ക് വയ്യാന്ന് മാത്രം പറഞ്ഞു. ബൈക്കിലെടുത്തു. നല്ല കോടമഞ്ഞുണ്ട്, സ്പീഡ് പോരാനൊന്നും വയ്യ. പക്ഷെ വല്ലാഹി ഞാൻ ആ പോരുന്ന പോക്കിൽ മുഴുവൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ സംഗതി ഉണ്ട്, വാപ്പ മരിച്ചേക്കണ് കേട്ടോ, സാരല്ല എൻ്റെ അടുത്തേക്കാണ്. വാപ്പ മരിച്ചേക്കണ്ടോ, സാരം എൻ്റെ അടുത്തേക്കാണ്. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് അതന്നെ ആയിരിക്കും. ഹോസ്പിറ്റലിലെത്തി, ആരും കാണുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു, എവിടെ ആരും കാണുന്നില്ല. അപ്പം മൊബൈലിന് എടുത്തു വിളിക്കാൻ വേണ്ടി. അപ്പം നെറ്റ് ഓണായി കിടന്നുകൊണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വാട്സപ്പിൻ്റെ മെസ്സേജ് ഫ്രണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെസ്സേജ് വാപ്പ മരിച്ചു, മരണവാർത്തയാണ്. നമ്മളെ അള്ളാഹു മഗ്ഫിർ ലഹു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് വാപ്പ അറ്റാക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണം. പക്ഷേ അത് സത്യാന്ന് മനസ്സിലാകുമ്പോൾ സംഭവിക്കാറോ? എനിക്കൊന്നും സംഭവിച്ചു. എൻ്റെ കാലിങ്ങനെ കുഴഞ്ഞു, നിലത്ത് മണ്ണിലിരുന്നു. ജ്യേഷ്ഠൻ അങ്ങനെ കൈകൊണ്ട് വിളിച്ചു, എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് തിരിച്ച് കാണിച്ചു കൊടുത്തു. അവൻ ആർത്തു. 2 ആളൊരു 10 ഹോസ്പിറ്റലിൽ ഇരുന്ന് കരഞ്ഞു. സ്റ്റേബിളായി തോന്നിയപ്പോൾ വണ്ടി എടുത്ത് വീട്ടിലേക്ക് എത്തി. നമ്മളിങ്ങനെ കാണുന്നത് തലേന്ന് രാത്രി വിളിച്ച ആളാണ്, സുഖമില്ലേന്ന് ചോദിച്ച ആളാണ്, ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ച ആളാണ്, പൈസ വേണോ ചോദിച്ച ആളാണ്. ആ മനുഷ്യൻ അനങ്ങാതെ കിടക്കണ കാണണേ. നമുക്ക് അപ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കര ധൈര്യം അഭിനയിക്കും, എല്ലാവരും വന്ന് സാരില്ല എന്നൊക്കെ. അപ്പം അങ്ങനെ ഓക്കെ. വൈകുന്നേരം 5 മണിക്ക് മയ്യത്തെടുത്ത്
ഖബറടക്കി അതിന് മുമ്പൊരു റോളുണ്ട്. ഇറ്റ് മീൻസ് നമ്മളിങ്ങനെ പള്ളിക്കാട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ടാവും, ഇനി ആരെങ്കിലും കാണാനുണ്ടോ. ആ സമയത്ത് നമ്മൾ ഉമ്മൻ്റെ മുഖത്ത് കഫം പുടവ ഇങ്ങനെ നീക്കും. ദുനിയാവിൽ നമ്മൾ ലാസ്റ്റ് കാണാൻ പോവാണ്, ഇനി നമ്മൾ അങ്ങനെ ഒരാളെ കാണൂല. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര ധൈര്യം അഭിനയിച്ച സങ്കടം മുഴുവൻ ഡാം പൊട്ടണ പോലെ കണ്ണിന്ന് പൊട്ടും. നമ്മൾ അവരെ മുഖത്തേക്കാണ് വീഴും. നമ്മൾ ആലെ പിടിച്ചിങ്ങനെ മാറ്റും. ഖബറടക്കി വന്നു. അന്ന് പിന്നെ നമുക്ക് വലിയ പ്രശ്നം, നമ്മൾ സ്റ്റേബിളാവും. നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും. രണ്ടാമത്തെ ദിവസം കുറേ ആൾക്കാരുണ്ടാവും. മൂന്നാം ദിവസം ആൾക്കാരൊക്കെ ഇങ്ങനെ പോകും. പെങ്ങന്മാരൊക്കെ അവരുടെ വീട്ടിൽ ഇങ്ങനെ പോകും. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമാവും. അപ്പം നമുക്കിങ്ങനെ മനസ്സിലാവും. കുറ്റബോധം വരാൻ പാടില്ല മക്കളെ. വാപ്പ വിളിച്ച മിസ്ഡ് കോൾ നോക്കിയാണ് ഒന്ന് തിരിച്ച് വിളിച്ചിരിക്കണമെങ്കിൽ അങ്ങനെ തോന്നുക. സ്നേഹിച്ചിരുന്നു, കെട്ടിപ്പിടിച്ചിരുന്നു, ഒരു ഉമ്മ കൊടുത്ത് നമുക്ക് തോന്നാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഗെയിം കളിപ്പേ. ഒന്ന് കണ്ണടക്കോ പ്ലീസ്, ക്ലോസ് യുവർ ഐസ്. ഞാൻ പറയുന്നതിലൂടെ ഇങ്ങനെ പോകണം കേട്ടോ. ഞാൻ പറയുന്നതിലൂടെ ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഇമോഷണൽ ആയേക്കാം, അതൊരു പ്രശ്നമായിട്ട് കരുതണ്ട. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ബെറ്റർ പേഴ്സണാക്കി നിങ്ങളെ മാറ്റിയേക്കാം. ക്യാമ്പിലേക്ക് വന്ന ആൾക്കാർ ഇങ്ങോട്ടൊരാളിപ്പോൾ വരികയാണ്, നിങ്ങളെ പേര് വിളിക്കുകയാണ്, നിങ്ങളെ മാഷ് നിങ്ങളെ പതുക്കെ ഒന്ന് കൊണ്ടുപോവുകയാണ്. എന്നോട് പറയണോ ഒന്ന് അർജൻറ്റ് നമുക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. മാഷ വണ്ടിയിൽ നിങ്ങളെ കയറ്റി നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളിങ്ങനെ ചെല്ലുകയാണ്. അവിടെ കുറേ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. പക്ഷെ ആരും ചിരിക്കണമെന്നില്ല. ഒരു പന്തൽ കെട്ടിയിട്ടുണ്ട്, വീട്ടിൽ കുറേ ആളുകളുണ്ട്, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഹാളിലേക്ക് കയറുമ്പോൾ അവിടെ ഏതോ ഒരാൾ നടുവിലൊരു കട്ടിയിൽ ഇങ്ങനെ വെള്ള പൊതിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല. വാപ്പയാണോ വല്യപ്പയാണോ വല്യമ്മയാണോ? നിങ്ങൾ ആ കഫം പുടവ മാറ്റുന്നു. നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നിങ്ങൾക്ക് ചാറ്റെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മെന്ന് എൻ്റെ കുട്ടി നല്ല കുട്ടിയായി തിരിച്ചു വരണട്ടോ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ റിയാക്ഷൻ എന്താവുന്ന വെറുതെ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഉള്ളക എന്താവുമെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ മനസ്സിലേക്ക് ആ സമയത്ത് എന്താ കടന്നു വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇനി അങ്ങനെ ഒരാളില്ല. നിങ്ങളോട് ചായ വേണോ ചോദിക്കാൻ ആളില്ല, ചോറ് വേണോ ചോദിക്കാൻ ആളില്ല, നിങ്ങളെ ബെഡ് തട്ടിത്തരാൻ ആളില്ല, ഡ്രസ്സ് അലക്കിത്തരാൻ ആളില്ല, ഭക്ഷണം വിളമ്പിത്തരാൻ ആളില്ല, ക്ഷീണിച്ചു വരുമ്പോൾ എന്തെങ്കിലും കുടിക്കാൻ ഡ്രിങ്ക്സ് ഉണ്ടാക്കി തരാൻ ആളില്ല. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം നമ്മളെ എത്ര വട്ടം ഉമ്മാന്ന് വിളിക്കണ്ടേ? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ എഴുന്നേൽപ്പിക്കുന്ന ഉമ്മയാണ്. ബാത്റൂമിൽ പോകുന്നു, വരുന്നു, ചായ ഉമ്മ, ചായ ഉമ്മ, ചോറ് ഉമ്മ, ടിഫിന് ഉമ്മ, ബാഗ് ഉമ്മ, യൂണിഫോം ഉമ്മ, ഷൂസ് ഉമ്മ, ഷോക്സ് ഉമ്മ, ഷാളുമ്മ. എത്ര ഉമ്മ നമ്മൾ വിളിക്കും? ഇനി അങ്ങനെ വിളി കേൾക്കാൻ ആരുമില്ല. ആ വിളിക്കാൻ നമുക്ക് ഉത്തരം തരാൻ ആരുമില്ല. നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് കണ്ണ് തുറക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്കന്നിങ്ങനെ മനസ്സിൽ കൈവച്ചാണ്ട് പറയാൻ പറ്റണ്ടേ, പടച്ചോനെ എൻ്റെ വാപ്പൻ്റെ കൂടെ ഉള്ള സമയത്ത്, എൻ്റെ അമ്മേൻ്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ നല്ല രൂപത്തിൽ എൻ്റെ ഉമ്മനോട് ഉപ്പയോടും സംസാരിച്ചിക്കണേ, പെരുമാറിയിക്കണേ, ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉമ്മാക്ക് ഞാൻ കാരണം തല കുനിക്കേണ്ടി വന്നിട്ടില്ല, എൻ്റെ വാപ്പാക്ക് ഞാൻ കാരണം സങ്കടം ഉണ്ടായിട്ടില്ല എന്ന് നമുക്കിങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയണം. എന്നിട്ടോ നിങ്ങൾ കുറച്ചും കൂടി വലിയ കുട്ടികളാകുമ്പോൾ അവരെ കുളിപ്പിക്കാൻ കഴിയണം. അവരെ മയ്യത്ത് നിസ്കാരത്തിന് നമ്മൾ മുമ്പിൽ നിൽക്കണം. നമുക്ക് ഇത്രയും നമുക്ക് ഫൈനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന വാപ്പയും അവർക്ക് വേണ്ടിയൊരു മയ്യത്ത് നിസ്കാരത്തിലേ ആ 3 വരിയുള്ള പ്രാർത്ഥന നമുക്കത് ചൊല്ലാൻ അറിയില്ലെങ്കിലേ ശരിക്കും നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും നമ്മളെ കൊണ്ട് എന്താ കിട്ടി? നമുക്ക് ഈ ദുനിയ പല ഇക്വേഷൻസ് നമുക്ക് മനപ്പാടാണ്, പല ഫോർമുല നമുക്ക് മനപ്പാടാണ്, ഡെഫിനിഷൻസ് ഒരുപാട് നമുക്ക് മനപ്പാടാണ്. ആ അള്ളാഹു മഗ്ഫിർ പ്രാർത്ഥന നമുക്ക് ഇപ്പോഴും അറിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നമ്മൾ അട്ടർ വേസ്റ്റല്ല. നമ്മൾ അതൊന്ന് പഠിച്ചിട്ട് ഉറങ്ങുള്ളൂ. നിങ്ങൾ തീരുമാനിക്കണം. ഇവർ മരിച്ചുപോയി, സ്വാഭാവികമായിട്ട് അത്ര അവസ്ഥ വരും മക്കളെ. അങ്ങനെ വന്നാൽ നമുക്ക് 5 കാര്യങ്ങൾ ചെയ്യാണ്ട്. ഒന്നാമത്തെ എന്താ അറിയോ? അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, മയ്യിത്ത് നിസ്കാരമാണ്. രണ്ടാമത്തത് വാപ്പനും ഇമ്മനും ഓർമ്മ വരുമ്പോഴൊക്കെ അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറഞ്ഞുകൊണ്ട് വെക്കണം. അത് പറഞ്ഞാൽ എന്താ പറയുക? അവരെ പദവി ഇങ്ങനെ സ്വർഗത്തിൽ അവരെ
ദറജ ഇങ്ങനെ കൂടും. അപ്പോൾ ഈ വാപ്പ ചോദിക്കും, എന്താ എനിക്ക് ഇങ്ങനെ പദവി കൂടാൻ കാരണം? ഞാൻ ഇത്രക്കൊന്നും കർമ്മം ചെയ്തിട്ടില്ല. അപ്പം മലക്കൾ പറയാൻ എന്താ അറിയോ? ബിസ്തിഅഫായി വലദിക്കലക്, നിന്റെ കുട്ടിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. വേറെ ഒന്നുമല്ല, നിന്റെ കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാലേ, വാപ്പ ഇമ്മയൊക്കെ പറഞ്ഞ കുറേ കാര്യം ഉണ്ടാവും. വാപ്പക്കും ഉമ്മ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അവരെ വസിയത്ത് ഉണ്ടാവും. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. നാലാമത്തത്, വാപ്പൻ്റെ ഇമ്മനെയും കൂട്ടുകാരെ നമ്മൾ ആദരിക്കണം. അവരെ ഫ്രണ്ട്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരെ കാണുമ്പോൾ നമ്മൾക്ക് വേണ്ട ചെയ്തു കൊടുക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർ മുഖാന്തരമുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ പുലർത്തി പോകണം. ആ റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ ഇവർക്ക് വിസിറ്റ് ചെയ്യണം. ചിലപ്പോൾ അവർക്ക് നമ്മൾ അറിയില്ല. അപ്പം ഞാൻ ഇന്നാൾ മരിച്ച ഇന്നാളെ മോളെന്ന് പറഞ്ഞിട്ട് ആ ബന്ധങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ ഏറ്റവും നല്ല മക്കളാവുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ വാപ്പയിലൂടെയും ഉമ്മയിലൂടെയും സ്വർഗം കിട്ടുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറുള്ളൂ. നിങ്ങൾക്ക് ആകെ ഒരൊറ്റ വാപ്പയുള്ളൂ, ഒറ്റ ഉമ്മയുള്ളൂ. അത് നിങ്ങളെ ചോയ്സായിരുന്നോ? എൻ്റെ വാപ്പ ആരാവണം നിങ്ങളെ ചോയ്സ് ചെയ്ത്? നിങ്ങൾ ചൂസ് ചെയ്തതാ? നിങ്ങളെ ഉമ്മനെ നിങ്ങൾ ചൂസ് ചെയ്തതാ? നിങ്ങളെ വാപ്പൻ്റെ ജോലി ഇന്നത്, നിങ്ങളെ ഉമ്മൻ്റെ ജോലി ഇന്നത്, നിങ്ങളെ വാപ്പൻ്റെ സൗന്ദര്യം എങ്ങനെ, നിങ്ങളെ ഉമ്മൻ്റെ ജോബ് എങ്ങനെ, ഉമ്മൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ, നിങ്ങൾ ചൂസ് ചെയ്തതാ? അള്ള നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത ആൾക്കാരാണ്. നിങ്ങൾ ജനിക്കാൻ അള്ള കാരണമാക്കിയ ആൾക്കാരാണ്. ഒരിക്കലും അപ്പുറത്തെ വാപ്പാനെ കണ്ടാണ്ട് ആ വാപ്പാൻ്റെ മോളായ മതിയേനി, ഈ ഉമ്മാൻ്റെ മോനായ മതിയേനി പറയരുത് കേട്ടോ. ഒരിക്കലും അവർ ഒരിക്കലും പറയരുത്. അവർക്ക് എന്തൊരു സങ്കടമാവും എന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ വാപ്പ കരയുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിക്കണോ? നിങ്ങളെ ഉമ്മ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ ഉമ്മ കരയുന്നത് നിങ്ങളെ വാപ്പയും കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാരണം ഒരിക്കലും ഒരു കണ്ണ് സന്തോഷം കൊണ്ടല്ലാതെ നിറയാൻ പാടില്ല. നമ്മൾ കാരണം അവരെ കണ്ണ് സന്തോഷം കൊണ്ടല്ലാതെ കരയാൻ പാടില്ല. വൃദ്ധസാനം കാണാൻ വയ്ക്കണം എപ്പോഴെങ്കിലും, ഓൾഡ് ഏജ് ഹോം. ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തൃശ്ശൂർ ജില്ലയിൽ തണൽ എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഞാനും മദ്രസയിലെ കുട്ടി 2018 എൻ്റെ ഓർമ്മ, കുട്ടികളങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ അവിടെ കയറുമ്പോൾ ജമീല എന്ന് പറഞ്ഞൊരു ഉമ്മ അതിൻ്റെ നടത്തിപ്പുകാരി. ആ ഉമ്മ പറഞ്ഞു, നിങ്ങളിവിടെ പല കാഴ്ചകളും കാണും, പക്ഷെ നിങ്ങൾ അവരെ മുമ്പ് റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താത്ര റിയാക്ട് ചെയ്യുക? നമ്മളിങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ അവിടെ കുറച്ച് വാപ്പമാരുണ്ട്, കുറച്ച്. ബാക്കി മുഴുവൻ അമ്മമാരെന്നല്ല ഉമ്മമാരാണ്. നമ്മുടെ വീട്ടിലത്തെ വല്യമ്മയും വല്യപ്പനെ കാണാൻ ഏതുപോലെയാണോ അതേപോലത്തെ കുറേ ഉമ്മമാർ. ചില ഉമ്മമാരെങ്ങനെ അറിയോ? കമ്പി പിടിച്ചിങ്ങനെ പുറത്തേക്ക് വിൻഡോ കൂടെ റോട്ടുമ്മക്ക് നോക്കിക്കാണ്. എന്താ കാരണം എന്നറിയോ? കഴിഞ്ഞ ഏതോ ദിവസേ അവരെ മക്കള് പാപ്പ ടൂറ് പോകുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നാണ്. ഇവിടെ കൊണ്ടുവന്നാക്കി ഒപ്പിട്ട് പോയതാ. ഇവരെ ഉള്ളിൽ പെടഞ്ഞു. കുട്ടി തിരിച്ചു വരും. എൻ്റെ കുട്ടിക്ക് അറിയാതെ തെറ്റ് പറ്റിയതാന്ന് വിചാരിച്ച് മകൻ്റെ മടങ്ങി വരവ് കാത്തിക്കണ ഉമ്മ. വേറെ കുറേ ഉമ്മമാർ വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ അവർക്ക് ട്രിപ്പ് ഇടുന്നുണ്ട്, അവർക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. കുറേ ഉമ്മാരെ ഭ്രാന്തികളായി മക്കളെ. സംബന്ധം തെറ്റിപ്പോയി. ഇത്ര കാലം ഞാൻ പൊന്നു പോലെ നോക്കി എൻ്റെ കുട്ടികള് ഇനി ഒഴിവാക്കിയില്ലേ എന്ന് പറഞ്ഞാണ്ട് കുട്ടികളെ ആ ഉമ്മൻ്റെയൊക്കെ ബുദ്ധി പോയി. ഞങ്ങളുടെ കൂട്ടത്തിലേ നഷ്വ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. 1ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കാം, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി 10ലെത്തിട്ടോ. അവള് നടക്കുമ്പോൾ ഒരു ഉമ്മ അവൾക്കരികിലേക്ക് ഓടി വന്നിട്ട് ആ കുട്ടീനെ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മക്ക്. അത് കണ്ടോടുകൂടി ടീച്ചർമാരൊക്കെ കരഞ്ഞു. അവർ പുറത്തേക്ക് ഓടി. താഴെത്തിയപ്പോൾ എൻ്റെ നടത്തിപ്പുകാരി പറഞ്ഞെന്തറിയോ? ആ ഉമ്മ വെച്ച ഉമ്മല്ലേ, ആ ഉമ്മക്ക് 6 കുട്ടികളുണ്ട്, 6 ആൺമക്കൾ. ഒറ്റ ആൺകുട്ടി ആ ഉമ്മൻ്റെ കൂടെ അല്ല. അവന്നിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടികളെന്താ പറഞ്ഞറിയോ? എൻ്റെ വാപ്പനെയും ഇമ്മനെയും ഇത് കാണിച്ചു കൊടുക്കാൻ പോലും ഞങ്ങൾ കൊണ്ടുവരൂല എന്ന് പറഞ്ഞു. നമുക്ക് നാളെ വലുതാവും, നമുക്ക് നാളെ ജോബിന് കൊണ്ടുവരും, നമുക്ക് നാളെ പഠിക്കാൻ പോകേണ്ടി വരും. അപ്പം നിങ്ങളുടെ മുമ്പിൽ തടസ്സമായിക്കാണ്ട് വാപ്പയമ്മ ഉണ്ടാവും. അവർക്കൊന്നിനും കൈ ഉണ്ടാവില്ല. അവർക്ക് ഹെൽപ്പ് നിങ്ങൾ വേണ്ടി വരും. നിങ്ങളുടെ ഉപ്പൻ്റെ 20കളിൽ നിങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചേ. നിങ്ങളുടെ ഉപ്പൻ്റെ 30കളിലും 40കളിലും 50കളിലും 60കളിലും അവരിപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കണേ. അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി തരുമ്പോഴേ നമ്മളെ സ്വന്തം കാലം നിൽക്കാനാകുമ്പോൾ ഇവരെ രണ്ടാളും ഒഴിവാക്കരുത്, ഇവരെ രണ്ടാളെയും വേദനിപ്പിക്കരുത്. അതാ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവരെ ആട്ടി അകറ്റരുത്. വാപ്പയമ്മ എൻ്റെ കൂടെയെന്നല്ല, ഞാൻ വാപ്പൻ്റെ ഇമ്മൻ്റെയും കൂടെ ജീവിക്കണം. നമുക്ക് ഭാവിയിൽ അഭിമാനത്ത് പറയാൻ കഴിയണം. അങ്ങനെ നല്ല മക്കളായിട്ട് മാറുമ്പോൾ നമുക്ക് വാപ്പയിലൂടെ ഇമ്മയിലൂടെ സ്വർഗത്തേക്ക് പോവാം. നബിൻ്റെ അടുത്തേക്ക് ഒരു സ്വഹാബി ഇങ്ങനെ വന്ന് യുദ്ധത്തിന് പോവാണ്. അപ്പോൾ നബി ചോദിച്ചു, വീട്ടിൽ ആരാ ഉള്ളത്? വയസ്സായി ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്.
പൊയ്ക്കോ, യുദ്ധത്തിന് വരരുത്. യുദ്ധത്തിന് വേറെ ആളൊക്കെ വരും, നീ വീട്ടിൽ പൊയ്ക്കോ. നിന്റെ സ്വർഗം എവിടെയാന്നാണ്? നീ ആഗ്രഹിക്കണ സ്വർഗം, പ്രാർത്ഥിക്കണ സ്വർഗം, പ്രതീക്ഷിക്കണ സ്വർഗം എവിടെയാ? അപ്പൻ്റെ ഇമ്മൻ്റെ അടുത്ത. അവർക്ക് ജയ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല, വേറെ ആരും ഉണ്ടാവില്ല. റസൂലിൻ്റെ അരികിലേക്ക് ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ ഞാൻ ഏറ്റവും നന്നായിട്ട് അവിടെ വർത്താനം പറയണ്ടേ? അപ്പം റസൂൽ ഉമ്മനോട്, ഒന്നാമത്തെ ആളോ ഉമ്മ, രണ്ടാമത്തെ ആളോ ഉമ്മ, രണ്ടാമത്തെ ആളോ ഉമ്മ, മൂന്നാമത്തെ ആളോ മൂന്നാമത്തെ ആളോ ഉമ്മ, നാലാമത്തെ ആളോ വാപ്പ. വാപ്പനെ മറന്നോണല്ല, നിങ്ങളുടെ ഉമ്മ അത്രയും റിസ്ക് എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഉമ്മ അത്രയും നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെന്താ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നത് വെറുതെയാണോ? നിങ്ങൾക്ക് വെറുതെ പനിയൊന്നും ഇടയ്ക്കിടയ്ക്ക് വരാത്ത വെറുതെയാണോ? നിങ്ങളെ ഉമ്മ തഹജ്ജുദും സുബൈ നിസ്കാരത്തിന് ഉടനീളം എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണോണ്ടാ. ആ വാപ്പനിമ്മക്ക് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കൽ എന്താ അറിയോ? ഗിഫ്റ്റ് ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ അവരെ മുമ്പിൽ നല്ല കുട്ടികളായി ജീവിച്ച് കാണിച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, എൻ്റെ പേരൻസ് അറിയാൻ പാടില്ലാത്ത ഒരു ശീലം എനിക്ക്, ഒരു ഹാബിറ്റും എനിക്കില്ല, ഒരു ബന്ധം എനിക്കില്ല. മൊബൈൽ വീട്ടിൽ ഓണാക്കി വെച്ചിട്ടേ പോകുന്ന ഉമ്മ എങ്ങാനും ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന് അതോടുകൂടി തീർന്നു എൻ്റെ കഥ. അങ്ങനത്തെ ആളാകെ മാറാൻ പാടില്ല. ഉമ്മ തുറന്നോട്ടെ, വാപ്പ തുറന്നോട്ടെ, എൻ്റെ വാപ്പക്കും ഉമ്മക്കും അറിയാൻ പാടില്ലാത്തൊന്നും എനിക്കില്ല. ഇത് ഏതുവരെ കീപ്പ് ചെയ്യണം? ലൈഫ് ലോങ് കീപ്പ് ചെയ്യണം. അപ്പം ഏറ്റവും നല്ല കുട്ടികളാവും. അപ്പം നമ്മുടെ കുടുംബം ഭയങ്കര രസമാവും. സ്നേഹം കൊണ്ട് മാത്രമേ ഫാമിലി രസമാവുള്ളൂ കേട്ടോ, പൈസ കൊണ്ടൊന്നും രസമാവില്ല. സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വീട് ജസ്റ്റ് ലൈക്ക് എ ബിൽഡിങ്. അവിടെ ഫർണിച്ചർ ഉണ്ടാവും, പൈസ കൊടുക്കാതെ ഫുഡ് കഴിക്കാം, വെയിലും മഴയും കൊള്ളാതെ കിടന്നുറങ്ങാം, വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട് അങ്ങനെ ഉണങ്ങാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ടും സ്നേഹം കിട്ടും. നമ്മൾ പരിഗണിച്ചതൊക്കെ നമ്മളെ പരിഗണിക്കും, നമ്മൾ അവഗണിച്ചതൊക്കെ നാളെ നമ്മളെ അവഗണിക്കും. അതുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ എന്നുള്ള പ്രാർത്ഥന ഉള്ളറിഞ്ഞാണ്ട് പ്രാർത്ഥിക്കണം. സാധാരണ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ പൊതുവെ ടാസ്ക് എന്താ കൊടുക്കലറിയോ? എല്ലാവരും അവനാൻ്റെ വീട്ടിലേക്ക് ഉമ്മാക്കോ വാപ്പാക്കോ വിളിച്ചാണ്ട് സോറി പറയണം. എന്തെങ്കിലും വന്നുകണെങ്കിൽ ഉമ്മ എനിക്ക് പുറത്ത് തരണട്ടോ എന്ന് പറയണം മക്കൾ. അതും കൂടി കഴിഞ്ഞ് നമ്മളെ ക്യാമ്പ് വാപ്പ എത്ര ക്യാമ്പിൻ്റെ ഫീസ്? 1500 മുതലായി എന്ന് വാപ്പയോട് പറയും. ഞാൻ പറഞ്ഞേ ആ ക്ഷമ ചോദിക്കും. നിങ്ങൾ തെറ്റിയിട്ടാണ് പോകുന്നെങ്കിൽ നിങ്ങളൊന്ന് ഉറങ്ങുന്നതിന് മുമ്പ് വിളിക്കണം. ഒരിക്കലും വാപ്പാടെ ഉമ്മാണ് തെറ്റിയാണ്ട് ഉറങ്ങരുത് കേട്ടോ. എങ്ങാനും ഉറക്കണീക്കുമ്പോൾ മനുഷ്യന്മാർക്ക് അനക്കല്ലെങ്കിലേ നമ്മളെ അവസ്ഥ വെച്ചാൽ നമ്മുടെ ഉള്ളിലിങ്ങനെ ജീവിതകാലം മുഴുവൻ കുറ്റബോധീകരം, വാപ്പനെ തെറ്റിയാണ്ട് വാപ്പ മരിച്ചെന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കരുത്. നമ്മൾ നന്നായി കാണാൻ ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സിനേക്കാളും ഫ്രണ്ട്സിനേക്കാളും ആരാ? നമ്മളെ പേരൻസാ മക്കളെ. ആ ആളുകളെങ്ങനെ ഏതെങ്കിലും ഒരു പോത്തിനെ കുഴിച്ചിട്ട പോലെ കബറിലടക്കി പോരരുത്. പിന്നെ നമ്മളൊക്കെ ചെല്ലൂല, നമുക്ക് കബർ പോലും അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനത്തെ മക്കളായിട്ടൊന്നും നമ്മൾ മാറരുത്. നമ്മൾ നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസിന് റോൾ മോഡലാണ്. നമ്മൾ നമ്മുടെ പേരൻസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കിങ്ങനെ എൻ്റെ വാപ്പ എനിക്ക് ഇങ്ങനെ സ്നേഹിക്കണം, എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെ സ്നേഹിക്കണം ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന മക്കളാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് 10 മിനിറ്റ് കൂടിപ്പോയി. എല്ലാവർക്കും വേണ്ടി നല്ല മക്കളാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ എന്നിങ്ങനെ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.